അംഗൻവാടിയിൽ നിന്നുള്ള ടീച്ചറുടെ വിളി വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ആശിമോനെയും അമ്മയ്ക്കുട്ടൻ്റെയും കൈ പിടിച്ച് അവിടേക്കുള്ള യാത്രയായി. ഈ യാത്ര എന്തിനാന്ന് വെച്ചാൽ ആശിമോനുള്ള അമൃതപ്പൊടി വാങ്ങിക്കാനായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ പോയി. ഇന്ന് അമ്മയ്ക്കുട്ടന് ക്ലാസ് ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് അവനെയും കൂടെ കൂട്ടിയതാണ്. പോകുന്ന വഴിയിൽ കണ്ടൊരു സുന്ദര കാഴ്ചയാണിത്. അങ്ങനെ കാഴ്ചകൾ പോകുന്ന സമയത്താണ് കേട്ടോ, വെയിലുള്ളതൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല. അങ്ങനെ അത് അംഗൻവാടി എത്തി. ഗേറ്റ് തുറന്നത് അമ്മയ്ക്കുട്ടനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലെത്തിയപ്പോൾ അവിടെ നിറയെ കുട്ടികളുണ്ട്. കുട്ടികളെല്ലാം അമ്മയ്ക്കുട്ടനെയും ആശിമോനെയും കണ്ടപ്പോൾ എല്ലാവരും കൗതുകത്തോടെ നോക്കാം കേട്ടോ. കുട്ടികളെ കണ്ടപ്പോൾ ആശിമോനും ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം അവിടെ ഓടി കളിച്ച് നടന്നു. പിന്നെ അവൻ്റെ വെയിറ്റ് നോക്കാനുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ വെയിറ്റിൽ ഞങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വരാറില്ല, എന്നാലും വെയിറ്റ് നോക്കി. അമൃതപ്പൊടി കിട്ടി പോസിറ്റീവിനുള്ള സൈൻ ചെയ്തിട്ട് പിന്നെ ഞങ്ങളുടെ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ആശിമോൻ പറഞ്ഞു ഗേറ്റ് തിരിച്ചു പോകുമ്പോൾ അവനാണ് അടയ്ക്കണമെന്നുള്ളത്. അങ്ങനെ അവൻ ഗേറ്റ് അടയ്ക്കാനുള്ള വെപ്രാളത്തിൽ ഓടുകയായിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചുറ്റുമുള്ളതൊന്നും കാണൂല എന്നുള്ള സ്ഥിതിയാണ് കേട്ടോ അവൻ്റേത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാനും തന്നെ അമൃതപ്പൊടിയുടെ കവറെടുത്ത് അവൻ്റെ കൂടെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഒരു ശീലം കേട്ടോ, നേരെ റോട്ടിലൂടെ ഓടി കളിക്കാനുള്ളത്. അവനറിയില്ല വണ്ടി വരുന്നുള്ളതൊന്നും. പിന്നെ ഞങ്ങളുടെ ഓട്ടം അവസാനിച്ചത് നേരത്തെ പറഞ്ഞ മനോഹരമായ കാഴ്ചയിലാണ് കേട്ടോ. അവർക്ക് വേണ്ടതെല്ലാം അവർ കയ്യോടെ പൊക്കിയെടുത്ത് എൻ്റെ അമ്മയ്ക്കുട്ടന് ഒരു വാഴ വരെ പറിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ അതെല്ലാം വേണ്ടാന്ന് വെച്ചാൽ അവൻ്റെ അനിയൻകുട്ടനെ കൂട്ടിയിട്ട് പൂക്കളെല്ലാം വാരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം കൈ കിട്ടിയതൊക്കെ പെറുക്കിയെടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടോ. പോകുന്ന വഴിയിൽ നിന്നാണ് അമ്മയ്ക്കുട്ടനും ആശിമോനും കൂടെ ഒരു ചെറിയ രീതിയിൽ പൂക്കള മത്സരമൊക്കെ നടത്തി നോക്കി. മത്സരത്തിൽ തോറ്റുവെന്ന് കണ്ട ആശിമോൻ കയ്യിലിരുന്ന പൂക്കളെല്ലാം പിച്ചെറിഞ്ഞു. അത് കണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ അമ്മയ്ക്കുട്ടൻ്റെ കയ്യിലിരുന്ന പൂക്കളെല്ലാം അവർ തിരികെ നൽകി. അവർ 2 പേരും ഹാപ്പിയായി. അതെല്ലാം കഴിഞ്ഞ് ആശിമോന് വന്ന ഉടനെ ഉറങ്ങിയിട്ട് അതിനുശേഷം എനിക്കൊരു ചെറിയൊരു പണിയായിരുന്നു മല്ലി വറുത്തെടുക്കാനുള്ളത്. ആ ദൗത്യം കംപ്ലീറ്റ് ആയപ്പോഴേക്കും അമ്മയ്ക്കുട്ടൻ ഇരുന്ന് കൊട്ടി പാടുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഒരു കാരണം ഉണ്ട്, അത് പിറകെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം പാക്ക് ചെയ്ത് അവനെല്ലാം റെഡിയാക്കിയതിന് ശേഷം അവനത് മുളകിനോടൊക്കെ സ്നേഹപ്രകടനം കാണിക്കുന്നുണ്ട്. അതൊന്നും മറ്റൊന്നും കൊണ്ടല്ല, മുളകിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല, അച്ഛൻ്റെ കൂടെ മില്ലിലേക്ക് പോകുന്നുള്ള ആ സന്തോഷം കൊണ്ട് അവൻ കാട്ടിക്കൂട്ടിയതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ പാത്രത്തിൽ കൊട്ടുകളിയും എല്ലാം കഴിഞ്ഞ് അവർ പോയതും ആശിമോൻ എണീറ്റപ്പോൾ അമ്മയ്ക്കുട്ടനെ കാണാത്ത ദേഷ്യത്തിന് അവൻ മെറ്റൽ കൊണ്ട് വാരി എറിഞ്ഞിട്ട് ദേഷ്യം എങ്ങനെ തീർക്കാം അങ്ങനെയും തീർത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബായ്.